AICC ജനറൽ സെക്രട്ടറി KC വേണുഗോപാലുമായുള്ള കൂടിക്കാഴ്ചയിൽ രാഷ്ട്രീയം ചർച്ചയായില്ല എന്ന് കർണാടക മുഖ്യമന്ത്രി സിദ്ധരാമയ്യ. ഡൽഹിയിൽ നിന്ന് ഇതുവരെ ആരും വിളിച്ചിട്ടില്ല എന്നും വിളിച്ചാൽ പോകുമെന്നും സിദ്ധരാമയ്യ പറഞ്ഞു. KB ശ്രീധരൻ വിവരങ്ങളുമായി ചേരുകയാണ്. ശ്രീധരൻ, ഡൽഹിയിൽ നിന്ന് ആരും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് ഇപ്പോൾ സിദ്ധരാമയ്യ പറയുന്നത്. അതായത് അവിടുത്തെ പ്രശ്നത്തിൽ ഒരു ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണ്. ഹൈക്കമാൻഡ് ഇടപെടുന്നു എന്ന് പറയുന്നിടത്തുനിന്ന് ഹൈക്കമാൻഡ് ഇടപെടൽ ഉണ്ടായില്ല എന്നുള്ളതാണോ? എന്താണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്? ഇന്ന് വൈകിട്ട് സ്വകാര്യ സന്ദർശനത്തിനായിട്ട് DK ശിവകുമാർ ഡൽഹിയിലേക്ക് പോകുന്നുണ്ട്. അത് സംബന്ധിച്ച ചോദ്യത്തിനാണ് സിദ്ധരാമയ്യയുടെ ഒരു മറുപടി വന്നിരിക്കുന്നത്. തന്നെ ആരും ഇതുവരെ വിളിച്ചിട്ടില്ല, വിളി വന്നാൽ ഉറപ്പായിട്ടും ഹൈക്കമാൻഡ് നേതാക്കളെ കാണാൻ പോകുമെന്നാണ് സിദ്ധരാമയ്യ പറയുന്നത്. മംഗളൂരുവിലൊരു പൊതുപരിപാടി, മംഗളൂരു യൂണിവേഴ്സിറ്റി സംഘടിപ്പിച്ച ഒരു പരിപാടിയിലാണ് സിദ്ധരാമയ്യയും അതുപോലെ തന്നെ KC വേണുഗോപാലും ഒന്നിച്ച് പങ്കെടുത്തത്. അതിനു മുന്നോടിയായി മംഗളൂരുവിലെ ഗസ്റ്റ് ഹൗസിൽ വെച്ചുകൊണ്ട് സിദ്ധരാമയ്യ അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ പക്ഷത്തെ പ്രമുഖ നേതാക്കളായിട്ടുള്ള സതീഷ് ജാർക്കോളി, സമീർ അഹമ്മദ് ഖാൻ, അതുപോലെ G പരമേശ്വര ഉൾപ്പെടെയുള്ള നേതാക്കൾ KC വേണുഗോപാലുമായി കൂടിക്കാഴ്ച നടത്തിയത്. അതോടൊപ്പം തന്നെ ലക്ഷ്മി ഹെബ്ബാൾക്കർ DK ശിവകുമാറിനോട് അടുത്ത് നിൽക്കുന്ന മന്ത്രിയാണ്. അവർ കൂടി ആ ചർച്ചയിൽ പങ്കെടുത്തിരുന്നു. ഏതായാലും രാഷ്ട്രീയമൊന്നും ചർച്ചയായില്ല എന്നാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. പക്ഷെ ഇന്നലെ രണ്ടാം ഘട്ട പ്രഭാത ഭക്ഷണ ചർച്ചയ്ക്ക് ശേഷം ഈ വിഷയങ്ങളെല്ലാം KC വേണുഗോപാലുമായി ചർച്ച ചെയ്യും, അദ്ദേഹത്തെ കാണും എന്നൊക്കെയാണ് സിദ്ധരാമയ്യ പറഞ്ഞത്. എന്നാൽ ഇന്ന് അദ്ദേഹം പറയുന്നത് ഒന്നും ചർച്ചയായിട്ടില്ല എന്നാണ്. ഏതായാലും DK ശിവകുമാർ അല്പസമയം മുൻപ് ഡൽഹിയിലേക്ക് പുറപ്പെട്ടിട്ടുണ്ട്. ഒരു സ്വകാര്യ ചടങ്ങിനാണ്, ഒരു വിവാഹ ചടങ്ങിനാണ് പോകുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ ഇന്ന് അദ്ദേഹം ഡൽഹിയിൽ തങ്ങുകയും ചെയ്യുന്നുണ്ട്. നാളെ മാത്രമേ അദ്ദേഹം തിരിച്ചെത്തുകയുള്ളൂ. ഏതെങ്കിലും ഹൈക്കമാൻഡ് നേതാക്കളെ കാണുമോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു വ്യക്തതയില്ല. നേരത്തെ ഈ വിഷയങ്ങളെല്ലാം വലിയ മൂർച്ഛിച്ചു നിൽക്കുന്ന തർക്കങ്ങൾ മൂർച്ഛിച്ചു നിൽക്കുന്ന അവസ്ഥയിൽ ഡൽഹിയിലെത്തിയ DK ശിവകുമാറിനെ കാണാൻ രാഹുൽ ഗാന്ധി സമയം അനുവദിക്കാത്തത് വലിയ വാർത്തകൾക്കൊക്കെ ഇടം നൽകിയ ഒരു കാര്യമാണ്. ഏതായാലും രാഹുൽ ഗാന്ധിയുടെ മനസ്സ് DK ശിവകുമാറിന് ഒപ്പമല്ല എന്നുള്ളത് വ്യക്തമാണ്. പക്ഷേ സോണിയാഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും മല്ലികാർജുൻ ഖാർഗെയും ഹൈക്കമാൻഡിന്റെ ഈ പ്രമുഖ നേതാക്കളെല്ലാം തന്നെ DK ശിവകുമാറിന് ഒപ്പമാണ്. പക്ഷേ രാഹുൽ ഗാന്ധി സപ്പോർട്ട് ചെയ്യുന്നത് സിദ്ധരാമയ്യയാണ്. KC വേണുഗോപാലും സിദ്ധരാമയ്യയെ സപ്പോർട്ട് ചെയ്യുന്നതാണ് പൊതുവിൽ കർണാടക നേതാക്കൾ കരുതുന്നത്. ഏതായാലും നിലവിൽ ഇപ്പോൾ ഉടനടി ഒരു നേതൃമാറ്റം ഉണ്ടാകാൻ ഇടയില്ല. പക്ഷേ നിയമസഭാ സമ്മേളനത്തിലേക്ക് ഇറക്കുകയാണ്. പ്രതിപക്ഷം അവിശ്വാസ പ്രമേയം ആരും ഇതുവരെയും വിളിച്ചിട്ടില്ല എന്നുള്ളതാണ് സിദ്ധരാമയ്യ പറയുന്നത്. KC വേണുഗോപാൽ AICC ജനറൽ സെക്രട്ടറിയുമായി നടത്തിയിട്ടുള്ള ചർച്ചയിൽ അതിൽ രാഷ്ട്രീയം ചർച്ചയായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ എന്നുള്ള കാര്യവും ഇപ്പോൾ സിദ്ധരാമയ്യ വ്യക്തമാക്കി കഴിഞ്ഞിരിക്കുന്നു. KB ശ്രീധരനാണ് വിവരങ്ങൾ നൽകിയത്.